നമസ്കാരം. ഒടുവിൽ ഇന്നലെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന തമിഴ്നാട്ടിൽ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കെ അണ്ണാമലൈ ഔദ്യോഗികമായി തൻ്റെ രാജിവിവരം പ്രഖ്യാപിച്ചു. ബി ജെ പി ഔദ്യോഗിക നേതൃത്വം അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇനി സ്വന്തമായൊരു രാഷ്ട്രീയ കക്ഷി സ്ഥാപിച്ച് അതുമായി തമിഴ്നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുവാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ കണ്ടിട്ടുള്ള പ്രവർത്തികളിൽ ഏറ്റവും മാന്യമായൊരു രാജിവെക്കലായി അണ്ണാമലയുടെ രാജി ഇന്നലെ കലാശിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വല്ലാത്ത നിരാശയിലായിരുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്, തമിഴ്നാടിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് നയനാർ നാഗേന്ദ്രനെതിരെയെങ്കിലും അണ്ണാമലൈ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിക്കുമെന്നായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ചെയ്യാതെ അദ്ദേഹം കടന്നു വന്ന രാഷ്ട്രീയ പാതകളും അദ്ദേഹത്തിൻ്റെ മുൻ ഔദ്യോഗിക ജീവിതം IPS ആയിരുന്ന കാലത്തുള്ള ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് വിജയകാന്തിൻ്റെ പാർട്ടിയിൽ 3 മാസത്തെ ഇൻറ്റേൺഷിപ്പിന് ചേർന്ന് അതിലൂടെ ഒരല്പം രാഷ്ട്രീയ പരിചയം നേടി ഒടുവിൽ ബി ജെ പിയിലെത്തി. ഇടക്കാലത്ത് ബി ജെ പിയിൽ ചേരുന്നതിന് തൊട്ടു മുമ്പ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇടക്കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ബി ജെ പിക്ക് വാക്ക് നൽകിയതിനാൽ പോകുവാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകി താൻ രാജിവെക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ബി ജെ പിയോട് നന്ദിയും കൂറും തനിക്കുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ നടപടികളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, പുതിയതായിട്ടൊരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടി മത്സരിക്കും. അതിനുശേഷം 2029 പൊതു തിരഞ്ഞെടുപ്പിലും തൻ്റെ രാഷ്ട്രീയ കക്ഷി മത്സരിക്കും. അതിനുവേണ്ടി ഒരു മുന്നൊരുക്കമായി അദ്ദേഹം ചെയ്തത് വോളണ്ടിയർമാരോട് പാർട്ടിയിൽ ചേരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് വി ദ ലീഡർ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തുവാൻ അദ്ദേഹം അണികളോട് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോട്, അദ്ദേഹത്തെ പിന്തുടരുന്നവരോട് ആഹ്വാനം ചെയ്തു. അതേ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വി ദ ലീഡർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം രണ്ടായി പിരിയുകയാണ്. ബി ജെ പിയുടെ ഇപ്പോഴത്തെ നില തമിഴ്നാട്ടിലൊരല്പം പരിങ്ങലിലാണ് എന്നുള്ളത് സത്യമാണ്. കാരണം അണ്ണാമലൈ ബി ജെ പിയിലേക്ക് വരുന്ന കാലത്ത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം 3%. അണ്ണാമലയുടെ നേതൃത്വത്തിൽ അത് 13% ഉയർന്നു. പക്ഷേ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് 2.29 അതോ 5.9, കൃത്യമായി 2.59 കൂപ്പുകുത്തി. അതായത് ആദ്യമുണ്ടായിരുന്ന 3%-നും താഴെ ആയി അത് നിലംപതിച്ചു. അത്തരത്തിലാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരേ ഒരു MLA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അണ്ണാമലയുടെ കീഴിൽ 4 MLAമാർ വരെ ഉണ്ടായ ചരിത്രം ബി ജെ പിക്ക് തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ അണ്ണാമലൈ പല ആന്തരികമായിട്ടുള്ള സമവാക്യങ്ങളുടെ പ്രശ്നങ്ങളാലും അത് സഖ്യകക്ഷികൾ, ഏറ്റവും പ്രധാനമായിട്ട് AIADMKയുടെ എടപ്പാടി പളനിസ്വാമിയുമായിട്ട് അണ്ണാമലയ്ക്കുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തെ നീക്കിയാൽ മാത്രമേ ഈ സഖ്യം തുടരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. പക്ഷേ ആ സമയത്ത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എടുത്തൊരു തീരുമാനം അവരെ സംബന്ധിച്ചത് ശരിയായൊരു തീരുമാനമായിരുന്നു. കാരണം AIADMK തമിഴ്നാട്ടിൽ അവഗണിക്കാൻ പാടില്ലാത്തൊരു ശക്തിയായിരുന്നു അന്ന്. ഇപ്പോൾ അങ്ങനെയല്ല, അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ അണ്ണാമലൈ അന്നേ അത് പ്രാദേശികമായിട്ടുള്ള ഒരു പരിചയം വെച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു, AIADMK താമസിയാതെ ഒന്നുമല്ലാതാകും, BJP സ്വന്തം മാർഗം വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായം അണ്ണാമലൈ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് സത്യമായി വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമ്പോൾ എന്തായിരിക്കും ബി ജെ പിയുടെ അവിടുത്തെ ഭാവി? ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഇപ്പോഴുള്ള ബി ജെ പിയുടെ നേതാക്കൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് നയനാർ നാഗേന്ദ്രനെയോ അമർ പ്രസാദ് റെഡ്ഡിയോ പോലുള്ള പുതിയ നേതാക്കളെയല്ല. നയനാർ നാഗേന്ദ്രന് പ്രായമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ബി ജെ പിയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ പുതിയ നേതാവാണ്. മുൻപുള്ള H രാജയാണെങ്കിലും തമിഴച്ചി സൗന്ദരരാജനാണെങ്കിലും ഇവരാരും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തമിഴ്നാട്ടിൽ നൽകിയ പങ്കിനെ അല്ലെങ്കിൽ സംഭാവനകളെ ഞാനൊരിക്കലും തള്ളിപ്പറയില്ല. കാരണം ഇതിൻ്റെ ഒരു അടിത്തറ, ആ ഒരു 3% വോട്ടെന്ന അടിത്തറ ഉണ്ടാക്കിയെടുത്തത് അവരുടെ കഷ്ടപ്പാടുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാലം കടന്നിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു. ഇനി അവരുടെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു നേതൃത്വ ശൈലി
BJPക്ക് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ അനുയോജ്യമായിരിക്കില്ല. നയനാർ നാഗേന്ദ്രൻ്റെ നേതൃത്വം എന്തായാലും അനുയോജ്യമല്ല എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സംശയത്തിനിടവില്ലാത്ത രീതിയിൽ BJPക്ക് പാഠം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇനി BJP ഒരു പുനർക്രമീകരണത്തിന് തമിഴ്നാട്ടിൽ മുതിർന്നാൽ ഏത് തരത്തിലുള്ള ഒരു നേതാവിനെ ആയിരിക്കും അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ചോദ്യമാണ്. അണ്ണാമലയ്ക്കൊത്ത ഒരു നേതാവിനെ കൊണ്ടുവന്നാൽ അണ്ണാമലയുടെ രാഷ്ട്രീയ കക്ഷിയുമായിട്ട് നേർക്ക് നേരൊരു പോരാട്ടത്തിന് ചിലപ്പോൾ അത് വഴിവെച്ചേക്കും. പക്ഷേ ഇപ്പോൾ BJPക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ ചുവടുവെപ്പ് അണ്ണാമലയുടെ വഴിക്ക് വിടുക. കാരണം അണ്ണാമലൈ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇന്നലെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചുവടുവെപ്പായി. തൻ്റെ രാഷ്ട്രീയ കക്ഷി ഏതൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു വിവരം, അത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു വിവരമാണ്. അദ്ദേഹം പറഞ്ഞത് തമിഴൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അഭിമാനമുള്ളൊരു ഭാരതീയനായിട്ടായിരിക്കും താൻ തുടരുന്നത്. അങ്ങനെ തന്നെയാണ് താൻ എപ്പോഴും തന്നെ കണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ കക്ഷിയുടെ അടിസ്ഥാന നയമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ഒരു തത്വശാസ്ത്രത്തിലൂന്നി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അതേ തത്വശാസ്ത്രത്തിൽ, കാരണം ദേശീയത രണ്ടിൻ്റെയും തത്വശാസ്ത്രമായി വരുമ്പോൾ പരസ്പരം ഒരു പോരിന് മുതിരാതെ ഒരു സഖ്യകക്ഷിയായി അണ്ണാമലയെ കൂടെ കൂട്ടുവാനുള്ള മാർഗ്ഗങ്ങൾ BJP ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. ദേശീയ നേതൃത്വത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരിക്കാം, കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അതിനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അത് കാലം തെളിയിക്കട്ടെ. പക്ഷേ അത്തരത്തിലുള്ളൊരു നേതാവിനെ കൊണ്ടുവരാതെ, എന്നാൽ കുറച്ച് കഴിവുള്ളൊരു നേതാവിനെ BJPയെ ഒരു സമവായത്തിൽ, എല്ലാ നേതാക്കളെയും സമവായത്തിൽ കൊണ്ടുപോയി BJPയുടെ വോട്ടിംഗ് ശതമാനം ഒരല്പം കൂട്ടി കൊണ്ടുവന്ന് അണ്ണാമലയെ ഒരു പ്രധാന ശക്തിയായിട്ട് വളർത്തിയെടുക്കുവാനുള്ള ഒരു സഖ്യകക്ഷിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ മുന്നിലുള്ള ഇനി തമിഴ്നാട്ടിൽ അവശേഷിക്കുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ വഴി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. അമിത്ഷായെ പോലൊരു രാഷ്ട്രതന്ത്രജ്ഞന്, മോദിയെ പോലൊരു രാഷ്ട്രീയക്കാരന് രാഷ്ട്രീയം ഉപദേശിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പോലുള്ളൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ, തമിഴ്നാട്ടിലെ പോലുള്ളൊരു സംസ്ഥാനത്തിലെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത്, അവിടുത്തെ ഭൂമികകളെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ദേശീയ രാഷ്ട്രീയത്തിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. അത് മോദിക്കും അമിത്ഷായ്ക്കും അറിയാത്ത കാര്യങ്ങളാണെന്ന് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. അണ്ണാമലയെ പോലുള്ളൊരു രാഷ്ട്രീയ നേതാവിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, ഒരു തമിഴ്നാട്ടുകാരൻ്റെ പ്രാധാന്യവും അവർക്ക് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലയെ ഒരു തരത്തിലും പിണക്കാതെ അവർ രാജിവെക്കുവാൻ അനുവദിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അണ്ണാമലയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ദേശീയതയിലൂന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായി തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ, തമിഴ്നാട്ടുകാരൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളിയായി വരുവാൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഏറ്റവും കൂടുതൽ സാധ്യത തമിഴക വെട്രിക്കഴകത്തിനാണ്. തമിഴക വെട്രിക്കഴകത്തിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ, തമിഴക വെട്രിക്കഴകം ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം നേടി. പൂർണ്ണമായ ഭൂരിപക്ഷം നേടുവാനായില്ലെങ്കിലും 107 സീറ്റ്, 108 107 വിജയൊരെണ്ണം രാജിവെച്ച് ഇനി അത് ജയിച്ചു വന്നാൽ 108 സീറ്റുകൾ, 108 തന്നെ കൂട്ടാം, 108 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. ആ 2 വർഷം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ്, അതും ഒരു സിനിമാ താരം, അധികാരത്തിലെത്തുക എന്നുള്ളത് മുൻപെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. കൃത്യമായി ഒരിക്കൽ കൂടി ഓർക്കുക, MGR ഒരു സിനിമാ താരം മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന് 28 വർഷത്തെ രാഷ്ട്രീയ പരിചയമുണ്ടായിരുന്നു. 28 വർഷങ്ങൾ ആദ്യം കോൺഗ്രസ്സിലും പിന്നെ ദ്രാവിഡ കഴകത്തിലും അതിനുശേഷം ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലും പ്രവർത്തിച്ച് ആ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ആന്തരിക പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതോടൊപ്പം തന്നെ സിനിമയിൽ തൻ്റെ പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു MGR ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. വിജയ് വന്നതുപോലെ 2 വർഷങ്ങൾ കൊണ്ട് യാതൊരു രാഷ്ട്രീയ പരിചയവും ഇല്ലാതെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. വിജയ്ക്ക് സമാനമായൊരു രാഷ്ട്രീയ നേതാവ് ഭാരതത്തിൽ NT രാമറാവു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടിയിരുന്നു എന്നുള്ളൊരു വ്യത്യാസമുണ്ട് താനും. 6 മാസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം അധികാരം പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ച് 6 മാസങ്ങൾക്കുള്ളിൽ, വിജയ് 2 വർഷങ്ങൾക്കുള്ളിൽ. ഇതൊരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അണ്ണാമലയുടെ പ്രധാന എതിരാളിയായി പ്രൊവൈഡഡ് ഒരു സ്റ്റാറിട്ട ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. അണ്ണാമലൈ ഈ ദേശീയതയിലൂന്നി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എവിടെയെങ്കിലും അദ്ദേഹത്തിന് അടി പതറിയില്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരുപക്ഷെ ഇനി വരുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ മുതൽ തന്നെ അണ്ണാമലൈ
വിജയ്ക്കൊരു എതിരാളിയാകും. അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ വിജയ് അണ്ണാമലയ്ക്കൊരു എതിരാളിയാകും. തുല്യ ശക്തികളായി അവരൊരു പക്ഷേ നേർക്ക് നേരെ പോരാടേണ്ടി വന്നേക്കാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ BJPയുടെ പിന്തുണ അണ്ണാമലയ്ക്കുണ്ടെങ്കിൽ ആ പോരാട്ടം അണ്ണാമലയുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടി സകാരാത്മകമായി നീങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം ഈ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഇപ്പോഴത്തുള്ള വിജയം തന്നെയാണ്. ഈ വിജയത്തിന് വിജയുടെ ഒരു പ്രതിച്ഛായ എന്നുള്ളൊരു ധാരണ എല്ലാവരുടെയും മുന്നിലുണ്ട്. അത് സത്യം തന്നെയാണ്. വിജയ്ക്കുടെ മുഖം കണ്ടിട്ടാണ് ഇത്രയും വോട്ടുകൾ TVKക്ക് ലഭിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ സ്റ്റാലിൻ ഭരണത്തിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു കെട്ടകാലത്തിലേക്കാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമായി വിളിച്ചു പറഞ്ഞത് അണ്ണാമലൈ തുടരെ പുറത്തുവിട്ട DMK ഫയൽസ് ആയിരുന്നു. പളനിവേൽ ത്യാഗരാജൻ ധനകാര്യമന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഈ സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിലേക്ക് നയിച്ച നിരവധി ആരോപണങ്ങൾ, ഇതിൻ്റെ എല്ലാം തുടക്കമോ അല്ലെങ്കിൽ ഒരു ഒതുങ്ങിക്കിടന്നിരുന്ന കേസിലേക്കൊരു തീപ്പൊരി ഇട്ടുകൊടുത്ത് അതിനെ ആളിക്കത്തിക്കുകയോ ചെയ്ത പ്രവർത്തികൾ തുടങ്ങി വെച്ചത് അണ്ണാമലൈ തന്നെയാണ്. കൃത്യമായിട്ട് അത് സ്റ്റാലിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുകയും ചെയ്തു. ഇനി അടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിൽ അണ്ണാമലൈ വളരെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. വ്യക്തിപരമായി അദ്ദേഹം ഒരിക്കലും വിജയെ ആക്രമിച്ചിരുന്നില്ല. കാരണം തൃഷയെ ബന്ധപ്പെടുത്തിയും അദ്ദേഹത്തിൻ്റെ ഗാർഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ വിവാഹമോചന സംബന്ധമായ വാർത്തകളും DMKയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ AIADMKയും പൊതുവേദിയിൽ വിഴുപ്പലക്കൽ പോലെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന വേളയിൽ പോലും അണ്ണാമലൈ പറഞ്ഞിരുന്നത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ ഞാൻ നടത്തില്ല, രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ നടത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ TVK ഇപ്പോൾ തന്നെ തുറന്നിട്ടിട്ടുണ്ട്. കാരണം ആദവർജുനെ പോലെ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് തിരുമാവളവനെ പോലെ തമിഴ്നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഒരു നേതാവിൻ്റെ ശിഷ്യനായി ഉയർന്നു വന്ന് ഇപ്പോൾ വിജയോടൊപ്പം നിൽക്കുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനായ ആദവർജുന, ഒപ്പം തന്നെ റൂട്ട് മാഫിയ എന്ന് പറയുന്ന ഒരു PR സ്ഥാപനമാണ്, അതിൻ്റെ മുതലാളിയായ P. ജഗദീഷ്, വിഷ്ണു റെഡ്ഡി എരഡോഡ, വിഷ്ണു റെഡ്ഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ YS അനിൽ റെഡ്ഡി, ഇത്രയും പേരാണ്, ഈ 4 പേരാണ് വിജയുടെ ചുറ്റും നിന്ന് ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത്. ബുഷി ആനന്ദ് എന്ന വിജയുടെ സുഹൃത്തിന് വലിയ റോളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൽ ആദവർജുനെ സംബന്ധിച്ച് നിരവധി വീഡിയോകളിൽ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലവും പ്രവർത്തന രീതിയും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പ്രശ്നമാകാൻ പോകുന്നത് ഈ റെഡ്ഡി സുഹൃത്തുക്കളാണ്. ഈ റെഡ്ഡി സുഹൃത്തുക്കളിൽ ഈ YS അനിൽ റെഡ്ഡി എന്ന വ്യക്തി നേരത്തെ തന്നെ ആന്ധ്രാപ്രദേശിൽ APSBCL എന്നൊരു പ്രസ്ഥാനമുണ്ട്, ഒരു സ്ഥാപനം. അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ബിവറേജസ് തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. APSBCLൻ്റെ ഔട്ട്ലെറ്റുകളുണ്ടല്ലോ, അതിൻ്റെ വിതരണ ശൃംഖലകൾ. ആ വിതരണ ശൃംഖലകളിൽ ഏത് കമ്പനിയുടെ മദ്യമായിരിക്കണം വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയതിൽ 3500 കോടിയുടെ ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇന്ത്യ റോക്സ് LLC എന്നൊരു സ്ഥാപനം ഇദ്ദേഹം വിജയുടെ മറ്റൊരു സുഹൃത്തായ വിഷ്ണു റെഡ്ഡിയുമായി ചേർന്ന് നടത്തുന്നുണ്ട്. മൈലാപ്പൂരാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആസ്ഥാനം തമിഴ്നാട്ടിൽ. ആന്ധ്രയിൽ നിന്ന് അദ്ദേഹം ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ പൂർണ്ണമായും തൻ്റെ പ്രവർത്തന മേഖല ഇത് തമിഴ്നാട്ടിലേക്ക് മാറ്റി. തന്നെയുമല്ല, ഈ വിഷ്ണു റെഡ്ഡിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലൂടെ വിജയുമായും അദ്ദേഹം ബന്ധം സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. ഈ വിഷ്ണു റെഡ്ഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുവാൻ വിജയ് പോയപ്പോൾ വിജയെ അനുഗമിച്ച പ്രധാന വ്യക്തിത്വം ഈ വിഷ്ണു റെഡ്ഡിയാണ്. എന്തിന് വിഷ്ണു റെഡ്ഡി കൂടെ പോയി എന്നുള്ളത് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന വിജയ് അടുത്ത TVK ഫയലുകളുടെ ഒരു ശൃംഖല തന്നെ പുറത്തിറക്കുവാനുള്ളൊരു സാഹചര്യം അണ്ണാമലയ്ക്ക് സൃഷ്ടിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിജയ് നേരിട്ട് അഴിമതി നടത്തിയാലും ഇല്ലെങ്കിലും. ഒരുപക്ഷെ വിജയ് അഴിമതി നടത്തിയാൽ വിജയ് അഴിമതിക്കാരനായി, വിജയുടെ ചുറ്റും അഴിമതി നടന്നാൽ വിജയ് കഴിവില്ലാത്തവനായി. രണ്ടായാലും അണ്ണാമലയ്ക്ക് നേട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റാർ ഇട്ട് പറയുന്നു, ഈ മുന്നോട്ടുള്ള പാതയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം അണ്ണാമലയ്ക്ക് സംഭവിച്ചില്ലെങ്കിൽ, ഒരു ചുവടുപിഴ സംഭവിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒരു ധാരണയുമുള്ളൊരു വ്യക്തിത്വമാണ് അണ്ണാമലൈ. തന്നെയുമല്ല, തമിഴ്നാട്ടുകാർക്ക്
തങ്ങളോട് താതാത്മ്യം പ്രാപിക്കാവുന്ന ഒരു നേതാവാണ്. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇയാൾ ഞങ്ങളെപ്പോലെയാണല്ലോ എന്ന് തോന്നുന്ന ഒരു നേതാവാണ്. കൃത്യമായി നല്ല തമിഴിൽ സംസാരിച്ച് ഒരു തനിത്തമിഴനാണ് അണ്ണാമലൈ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തമിഴ് പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന അഭിമാനമുള്ളൊരു ഭാരതീയനാണ് ഞാൻ, ഭാരതീയ പൗരനാണ് ഞാൻ എന്ന്. അത് കൃത്യമായി അദ്ദേഹം സ്വയം വിമർശനം നടത്തി, അല്ലെങ്കിൽ ഒരു സ്വയം വിശകലനം നടത്തി അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രം തമിഴ്നാട്ടുകാരുടെ ഇടയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങുമ്പോൾ എന്തായാലും അഭിനന്ദനങ്ങൾ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു, ആശംസകളും നേരുന്നു. കാരണം ദേശീയത BJPയേക്കാൾ ഒരുപടി മുന്നിൽ ദേശീയത തമിഴ്നാട്ടിൽ വളരേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. എന്തായാലും അണ്ണാമലയുടെ അടുത്ത രാഷ്ട്രീയ ചുവടുവെപ്പ്, അതിൻ്റെ ഒരു ഉയർച്ച എങ്ങനെ ആയിരിക്കുമെന്ന് അറിയുവാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അണ്ണാമലയുടെ ഈ രാഷ്ട്രീയ നീക്കത്തെ സംബന്ധിച്ച് BJPയുടെ അടുത്ത ചുവട് എന്തായിരിക്കും തമിഴ്നാട്ടിൽ എന്നതിനെ സംബന്ധിച്ചും എല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.